പ്രകൃതി രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നേടിയെടുക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കാര്യമാണ്. അത്ര വലിയ കാര്യമൊന്നുമല്ല, അത് ഓട്ടോമാറ്റിക്കായി നടക്കുന്നൊരു കാര്യമാണ്. പക്ഷെ പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ രോഗങ്ങളെ മാറ്റുന്നു, മാറില്ല എന്ന് അലോപ്പതിക്കാർ പറയുന്ന രോഗങ്ങളെയൊക്കെ മാറ്റിയെടുക്കുന്നു, പിന്നെ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നു എന്ന് പറയുന്നത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. പക്ഷെ പ്രകൃതി പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു കാര്യമില്ല, അതൊക്കെ നിസ്സാരമായൊരു കാര്യം മാത്രമാണ്. നീന്തൽ പഠിക്കുന്നതിന് മുമ്പ് നീന്തലിനെക്കുറിച്ച് കേൾക്കുകയും സങ്കല്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നീന്തൽ എങ്ങനെ ദുഷ്കരമായിരിക്കുമോ, നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ അതിലെന്താണുള്ളത്? സ്വാഭാവികമാണ്. സൈക്കിൾ ചവിട്ടും അതുപോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മളെന്താണ് നേടുന്നത്? പ്രകൃതി ജീവനത്തിലേക്ക് വന്ന് നമ്മൾ നേടുന്നത് എന്താണ്? അത് ആത്മീയ ആനന്ദമാണ്. ആത്മീയമായൊരാനന്ദം. സിനിമ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം, ചിലർക്ക് പായസം കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ചിലർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം. അത്തരമൊരു സന്തോഷത്തിൻ്റെ അടിത്തറ നമ്മുടെ മൊത്തം ജീവിതത്തിന് വന്നു ചേരുകയാണ്. ശരിയാണോ? നിങ്ങളിൽ നല്ലൊരു പങ്കും ഭക്ഷണ ക്രമീകരണം നടത്തുമ്പോൾ തന്നെ ശരീരത്തിനുണ്ടാകുന്ന ഒരാശ്വാസവും, ഒരു 6 മാസത്തോളം ഈ ചിട്ട ചെയ്ത് കഴിയുമ്പോൾ സദാ നമുക്ക് ലഭ്യമാകുന്ന ഒരു നിർവൃതിയുടെ അന്തരീക്ഷം, ആനന്ദത്തിൻ്റെ അന്തരീക്ഷം, അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ളതിൽ നല്ലൊരു പങ്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു തലത്തിലേക്ക് ചെന്ന് ചേരാനുള്ള സൗഭാഗ്യം, അത് സിദ്ധാർത്ഥൻ, ഗൗതമ ബുദ്ധനും അശോക ചക്രവർത്തിയും ക്രിസ്തുദേവനും നബി തിരുമേനിയും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവുമെല്ലാം പരിപോഷിപ്പിച്ച ഒരാത്മീയ ധാരയിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള സൗഭാഗ്യം സാധാരണക്കാരായ നമുക്കും കിട്ടി പ്രകൃതി ജീവനത്തിലൂടെ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അത് ചെറിയൊരു കാര്യമല്ല. അസാധാരണമായ ജന്മസൗഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ സ്പിരിച്വലായ ധാരയിലേക്ക്, ആത്മീയ ധാരയിലേക്ക്, മതങ്ങൾക്കതീതമായ, ജാതിക്കതീതമായ, രാജ്യങ്ങളുടെ അതിർവരമ്പുകൾക്ക് അപ്പുറം നിൽക്കുന്ന ഈ മാനവത്വത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ സൗഭാഗ്യം അതിന് ജന്മസുഹൃതം ചെയ്യണം. എത്രയോ പേർക്ക് സലിം മാഷ് എഴുതി കൊടുത്തു. വർമാജി ട്രാൻസ്പോർട്ട് ബസ്സുകളിലെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഓടുകയാണ് അടുത്ത ക്ലാസ്സിൻ്റെ സ്ഥലത്തേക്കുള്ള ബസ് പിടിക്കാൻ. അങ്ങനെ യാതനകൾ സഹിച്ച്, ത്യാഗം സഹിച്ച് കേരളത്തെ ഉണർത്താൻ നോക്കി. അദ്ദേഹത്തെ കണ്ടവരിൽ, അദ്ദേഹത്തെ കേട്ടവരിൽ, അദ്ദേഹത്തിൻ്റെ ചികിത്സാ കുറിപ്പുകൾ കിട്ടിയവരിൽ എത്ര പേർക്ക് അത് ചെയ്ത് തുടരാനുള്ള ഭാഗ്യം ഉണ്ടായെന്ന് ആലോചിച്ചാൽ മതി. ബൈബിളിൽ പറയുന്നുണ്ട്, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, അത് കഴിക്കാൻ വേറൊരു കാലം. വിതയ്ക്കുന്നവർ പിറ്റേ ദിവസം മരിച്ചു പോവാം, കൊയ്യുന്നതിന് തലേ ദിവസം മരിച്ചു പോവാം, കൊയ്ത് കറ്റമെതിച്ച് നെല്ലാക്കി അതിൻ്റെ കഞ്ഞി കുടിക്കാൻ കഴിയാതെയും മരിച്ചു പോവാം. ഒരു ജന്മ സൗഭാഗ്യം വേണം. ആ സൗഭാഗ്യം കിട്ടിയ വിളിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും. അതീവ ഭാഗ്യശാലികളാണ്. കേരളത്തിൽ അങ്ങനെ വലിയൊരു സംഘത്തെ
സൃഷ്ടിക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളെന്താ ചെയ്തത്? നമ്മുടെ വാ കൊണ്ട് പറയുന്നു എന്നല്ലാതെ. നമ്മുടെ കയ്യിലിപ്പോൾ ഈ പാലക്കാട് ജില്ലയിലെ മാത്രം ആശുപത്രികൾക്ക് മുടക്കിയിട്ടുള്ള തുക എത്രയാണെന്ന് നോക്കിയാൽ അതിലൊരാശുപത്രിക്ക് മുടക്കുന്ന തുക നമ്മൾ മുടക്കിയിട്ടില്ല. ഒരാളെ ഡോക്ടറായി പഠിപ്പിച്ച് ഇറക്കാൻ ഇന്ന് 2 കോടിയൊക്കെ ചിലവാകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അങ്ങനൊരു ഫണ്ടില്ല. ആകെ ഉള്ളത് നമുക്കുള്ള നമ്മുടെ ആത്മാർത്ഥതയാണ്, നമ്മുടെ വാക്കുകളാണ്. ആ വാക്കുകളാണ് ഈ കൊടുങ്കാറ്റ് ഇന്ന് കേരളത്തിൽ അഴിച്ചുവിട്ടിട്ടുള്ളത്. കഴിഞ്ഞ 28-ാം തീയതി എറണാകുളം ടൗൺ ഹാളിൽ ഇവിടെ നിന്നെല്ലാം ധാരാളം പേര്, സന്തോഷ് കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ധാരാളം സുഹൃത്തുക്കൾ വന്നു. ഏതാണ്ട് 500-നും 800-നും ഇടയ്ക്കുള്ള ആളുകൾ വന്നും പോയും. രാവിലെ 9:30-ക്ക് തുടങ്ങിയ ആ പരിപാടി അവസാനിക്കുന്നത് 7:30 മണിക്കാണ് വൈകിട്ട്. നല്ലൊരു ശതമാനം ആളുകൾ ഇരുന്ന് കേട്ടു. ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായി, കുറച്ചുകൂടെ ചിട്ടയായി എങ്ങനെ നമ്മുടെ ജീവിതത്തെ മിനുക്കിയെടുക്കാം. നമുക്കിപ്പോൾ ജീവിതത്തെ അങ്ങനെ ചിട്ടയിലേക്ക് കൊണ്ടുപോകേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയണമെന്ന് കരുതുന്നില്ല. എങ്ങനെ നമുക്ക് മിനുക്കിയെടുക്കാം, എങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് നമുക്ക് കുതിച്ച് ചാടാം, എങ്ങനെ നമ്മളോടൊപ്പമുള്ള തലവര നേരെയാകാത്തവരുടെ ഇങ്ങോട്ട് കടക്കണമെങ്കിൽ തലയിൽ പ്രത്യേകമായൊരു വര വേണം. ഇപ്പോൾ എല്ലാവരും പറയും ചന്ദ്രൻ ചേട്ടൻ ചെരുപ്പ് ഇടണില്ല, ഖാദിയും ഇട്ട് പാവം, ഇങ്ങനെ പലർക്കും സഹതാപമാണ് എന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം, തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളൊരു സംതൃപ്തി, ഇപ്പോൾ നീ എത്ര ഈ പ്രകൃതിയെ ദ്രോഹിച്ചു എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം. ഈ ലോകത്തുള്ള പട്ടിണി നീ ഇരട്ടി തിന്നതുകൊണ്ടല്ലേ, നീ ഇരട്ടി ഊർജം ഉപയോഗിച്ചത് കൊണ്ടല്ലേ ആഗോള താപനവും കാലാവസ്ഥ തകിടം മറിയുന്നതും? കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിലുള്ള നമ്മുടെ ജീവിതത്തിലാണ് നമ്മുടെ തകർച്ച മുഴുവനുമുള്ളത്. ആ തകർച്ചയുടെ പാപഭാരമില്ലാത്തൊരു ജീവിതമാണ് മഹാത്മാഗാന്ധി നമുക്ക് കാണിച്ചു തന്നത്. കേരളത്തിൽ അപൂർവം വ്യക്തികളേ ഉള്ളൂ ഗാന്ധിജിയെ ഇതുപോലെ തൻ്റെ കീശയിൽ തന്നെ സൂക്ഷിച്ച് മാറോട് ചേർത്ത് കുട്ടികൾക്കും മറ്റുള്ളവർക്കും നൽകുന്നതായിട്ട്. പക്ഷെ അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഒരാനന്ദ നിർവൃതിയുണ്ട്. ഇപ്പോൾ പ്രകൃതി ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ തന്നെ രക്ഷിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, 1980 മാർച്ച് മാസം 30-ാം തീയതിയാണ് പ്രൊഫസർ MP മന്മഥനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൊറാർജി ദേശായി എല്ലാം വന്ന് മദ്യത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ ഒരു ഉപവാസം നടക്കുകയാണ് കേരളത്തിൽ. അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നു. മദ്യത്തിനെതിരായ പോരാട്ടത്തിന് കേരളം ഒട്ടാകെ ഓടുന്നു. അല്ലായിരുന്നെങ്കിൽ, ആ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂട്ടുകാരായിട്ട് കൂടി ഞാനും മദ്യപിക്കുമായിരുന്നു. ജീവിത ക്ലേശങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ മദ്യത്തിലേക്ക് വീണു പോകുമായിരുന്നു. സാധ്യതകളാണ്. ഏതോ ഒരു ഭാഗ്യത്തിന് ജന്മനിയോഗം പോലെ എനിക്ക് എൻ്റെ ഗുരുവുമായിട്ട് കണ്ടുമുട്ടാനും അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പദയാത്ര തളർന്ന് അദ്ദേഹത്തിൻ്റെ കാലുകൾ തടകിക്കൊടുത്തുമൊക്കെയാണ്. അങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധത്തിലാണ് ഞങ്ങളെല്ലാം വളർന്നിട്ടുള്ളത്. അതിനൊരു ഭാഗ്യം. ഈ ഭാഗ്യമില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും വൈദ്യശാസ്ത്രത്തിൻ്റെ കത്തിക്കും ഇരകളായി, മുറിച്ചു മാറ്റപ്പെട്ട അവയവങ്ങളുമായി, കൂടുതൽ ദുരിത രോഗങ്ങളുമായി പീഡകൾ സഹിക്കേണ്ട വരുമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്കൊരു ഭാഗ്യമുണ്ടായി യാതനകൾ അനുഭവിക്കാതിരിക്കാൻ, ദുരിതം അനുഭവിക്കാതിരിക്കാൻ. രോഗിയായി തൻ്റെ സമ്പാദ്യവും മക്കളുടെ സമ്പാദ്യവും മരുമക്കളുടെ സമ്പാദ്യം, ഭാവിയിലെ സമ്പാദ്യം കൂടെ നശിപ്പിച്ച് അവരുടെ ശാപം കിട്ടി മരിക്കാതിരിക്കാനുള്ള ഒരു ഭാഗ്യം. എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇങ്ങനെയായിപ്പോയത്? നമ്മൾ കുറച്ചാളുകൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ രോഗികൾ. നമ്മൾ എത്ര പറഞ്ഞാലും രോഗമാറ്റത്തിൻ്റെ ഈ ലളിത രീതിയിലേക്ക്
അവർ വരികയില്ല. അവർക്കൊക്കെ ദുർഘടമായ, ദുർഗ്രാഹ്യമായ, കണ്ണഞ്ചിപ്പിക്കുന്ന ആഡംബര ആർഭാടങ്ങളുള്ള അലോപ്പതിയിലാണ് താല്പര്യം. അതാണ് അവരെ ആകർഷിക്കുന്നത്. ചെരുപ്പിടാത്ത, ഖാദി ധരിക്കുന്ന ലളിത രൂപങ്ങളെ അവർക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ തള്ളിമാറ്റുകയാണ്. എങ്ങനെയാണ് നമ്മുടെ സമൂഹം എങ്ങനെയായത്? അപൂർവമായ ഒരു പനി വന്നാൽ, എൻ്റെ ചെറുപ്പത്തൊന്നും ഇതുപോലെ കഫക്കെട്ട് ആർക്കുമില്ല. എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഇങ്ങനെ മൂക്കിൽ കാളക്കൊമ്പ് ഇങ്ങനെ ഒളിപ്പിച്ചു നടക്കുമ്പോൾ അവന് ഞങ്ങൾ പേരിട്ടു മൂക്കട്ട രാജൻ. അതൊരു കൗതുകമായിരുന്നു. എങ്ങനെയാണ് ഈ 50 കൊല്ലം കൊണ്ട് നമ്മുടെ സമൂഹം രോഗികളുടെ സമൂഹമായിട്ട് വളർന്ന് വികസിച്ച് പുരോഗമിച്ച്? ഇതെങ്ങനെ സംഭവിച്ചതാണ്? ഇതിനൊക്കെ കൃത്യമായ കഥകളുണ്ട്, വഴികളുണ്ട്, നിങ്ങൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് രോഗം ലാഭമായിരുന്നില്ല. രോഗം ലാഭമായിരുന്നില്ല. എനിക്കൊരു ദിവസം രാത്രി 50 കൊല്ലം വയറുവേദന, രാത്രി ഭയങ്കര വയറുവേദന, എണീറ്റ് കരയാൻ തുടങ്ങി. അമ്മുമ്മ മണ്ണെണ്ണ വിളക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഒരു തുമ്പ അങ്ങനെ തന്നെ സമൂലം പറിച്ചെടുത്ത് കഴുകി കല്ലിൽ വെച്ച് അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് കുടിക്കാൻ തോന്നുന്നു. കുടിച്ചു, വയറുവേദന മാറി, ഞാൻ കിടന്നുറങ്ങി. ഇന്ന് നമ്മൾ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു സെൻഡാക് അസിഡിറ്റി, നമുക്കറിയാം, നമുക്ക് വിവരമുണ്ട്. അന്ന് വിവരമില്ലായിരുന്നു. അമ്മൂമ്മയ്ക്ക് വിവരമില്ലായിരുന്നു. എഴുത്തും അറിയില്ല, വായന അറിയില്ല, പൂർണ്ണ നിരക്ഷര, സാക്ഷരതയില്ലാത്ത നിരക്ഷര കുക്ഷി. അമ്മൂമ്മ പോയിട്ട് തുമ്പക്കട പറിച്ച് ചാറെടുത്ത് വന്ന് കുടിച്ചു. ഇന്ന് നമ്മൾ ഡോക്ടറെ പോയി കാണും. ഡോക്ടർ ഭയങ്കര അസിഡിറ്റിയാണ് ഇന്നലെ രാത്രി ഒരു വയറുവേദന ഉണ്ടായിരുന്നു. വയറുവേദനയുടെ നേരത്തെ ചെല്ലുകയാണെങ്കിൽ അപ്പ കീറി, ഡോക്ടർമാർക്ക് കണ്ണി കാണാൻ പാടില്ലാത്തൊരു സാധനം ഉള്ളിലിരിപ്പുണ്ട്, അപ്പൻഡിക്സ്. അതെടുത്ത് കളയും. ഒരു 80,000 രൂപ 1.5 ലക്ഷം കൊടുത്തിട്ട് നമ്മൾ പോരും. അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു അൻറ്റാസിഡ് വാങ്ങിച്ച് കഴിക്കും. സെൻഡാക് പല പലതരത്തിലുള്ളതുണ്ട്. റാൻടാക്, റാനിറ്റിഡിൻ. സെക്ഷുവൽ കഴിവ് കളയും, ക്യാൻസർ ഉണ്ടാക്കും. ക്യാൻസർ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റിലുള്ളതാണ് അസിഡിറ്റിയുടെ മരുന്നുകൾ, നെഞ്ചരിച്ചിലിൻ്റെ മരുന്നുകൾ. അപ്പോൾ അത് മേടിച്ച് കഴിക്കും. സൈഡ് എഫക്ട്സ് ധാരാളം ഉണ്ടാകും. പല പല രോഗങ്ങൾ പതുക്കെ പതുക്കെ പൊങ്ങി വരും. അതിനെന്താ? നിങ്ങൾ ഞങ്ങളുടെ അസിഡിറ്റിയുടെ മരുന്ന് കുറച്ച് നാൾ കഴിച്ചു കഴിയുമ്പോൾ ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാറ് വാങ്ങാൻ ചെന്നു, ഒരു 1 കോടി രൂപയുടെ ബെൻസ് കാറ് വാങ്ങിയെന്ന് വെക്കുക. മനസ്സിലങ്ങനെ വെച്ചോ. മനോരാജ്യത്തിൽ എന്തിനാണ് അർദ്ധരാജ്യം എന്ന് ചോദിക്കുന്ന പോലെ മനോരാജ്യത്തിൽ എന്തിനാണ് വില കുറഞ്ഞ കാറ് വാങ്ങണത്? അപ്പോൾ 1 കോടി രൂപയുടെ ഒരു ബെൻസ് കാറ് നിങ്ങൾ വാങ്ങുമ്പോൾ കാറ് കമ്പനിക്കാർ നിങ്ങൾക്കൊരു സമ്മാനം തരും. ഒരു മുട്ടുസൂചി അല്ലെങ്കിൽ സേഫ്റ്റി പിൻ സമ്മാനം തരും. അങ്ങനെ കമ്പനിക്കാർ അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ സമ്മാനം നമുക്ക് തരണം. അപ്പോൾ നമ്മളൊരു 6 മാസം 1 കൊല്ലമായിട്ട് ഒരു മരുന്ന് പ്രമേഹത്തിനോ പ്രഷറിനോ കൊളസ്ട്രോളിനോ ഹൃദ്രോഗത്തിനോ ആർത്രൈറ്റിസിനോ ആസ്തമയ്ക്കോ അലർജിക്കോ ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ അവരൊരു സമ്മാനം തരും, അടുത്ത രോഗം. 5 കൊല്ലം പ്രമേഹ മരുന്ന് നിങ്ങൾ കഴിച്ചാൽ ഉറപ്പ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് അലോപ്പതിക്കാരൻ BP-യുടെ ഗുളിക കൂടി തരും. അവൻ കണ്ടുപിടിക്കുക അതിനിടയ്ക്ക് BP കൂടിയിട്ടുണ്ട്, അവനറിയാം, കൂടി കിട്ടും, തിന്നട്ടെ, കുടിക്കട്ടെ, അടുത്ത ചികിത്സയ്ക്കൊക്കട്ടെ. 5 കൊല്ലം BP-യുടെ മരുന്നും കൂടെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ BP-യുടെ മരുന്ന് എന്താ നമ്മുടെ ശരീരത്തിൽ ചെയ്യുക? ഈ മരുന്ന് കഴിക്കുന്ന ആളും ഇതിങ്ങനെ ആലോചിക്കാറില്ല. ഈ മരുന്ന് എങ്ങനെയാണ് എൻ്റെ BP കുറച്ച് തരുന്നതെന്ന് ആലോചിക്കാറില്ല. BP കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രക്തം കൂടുതൽ ശക്തിയിൽ തള്ളപ്പെടുന്നു. ഇവിടെ വെച്ച് നമ്മൾ ചുറ്റിയിട്ട് BP വെച്ച് നോക്കിക്കഴിയുമ്പോൾ 160, 90, 100, 110 കണ്ട് നമ്മൾ പേടിക്കാറുണ്ട്. പേടിക്കാൻ നമുക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അതിൻ്റെ കാരണം അന്വേഷിക്കാൻ മാത്രം അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പേടിക്കാനേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടിതുണ്ടാകുന്നു, അതിനെന്താ ചെയ്യേണ്ടതെന്ന് സാവകാശം ചിന്തിക്കുന്ന വിശകലന രീതി നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലില്ല. കണ്ടു, എന്താണ് പരിഹാരം, എന്താണ്, ഇതുമ്പോൾ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ BP കണ്ടു, ഇനി എന്ത് ചെയ്യണം? ഭാവിയിൽ നിന്ന് പരിഹാരം എവിടെ നിന്ന് കിട്ടും, ഏത് കടയിൽ നിന്ന് കിട്ടും? അതല്ലാതെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി എന്തുകൊണ്ട് എൻ്റെ BP കൂടി,
എന്തുകൊണ്ട് എനിക്ക് പ്രമേഹം ഉണ്ടായി? എൻ്റെ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടായത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? ഒരു 3-4 വഴികളെല്ലാം കണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിലേത് വഴിയാണ് നല്ലതെന്ന് നോക്കാനുള്ള വിശകലന രീതിയെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതിനു പകരം നമ്മൾ ആ സമയത്ത് തന്നെ പരിഭ്രമിക്കാൻ പഠിച്ചിട്ടുണ്ട്. പേടിച്ചു പോയിട്ട് ഏതെങ്കിലും ഡോക്ടറുടെ കാലിൽ വീണ് തൻ്റെ രോഗത്തെ അങ്ങോട്ട് ഏൽപ്പിക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഡോക്ടർക്ക് എന്നെ ബോധം കെടുത്തി കിടത്തണോ? ഡോക്ടറെ ബോധം കെടുത്തിക്കോ. ഡോക്ടർക്ക് എൻ്റെ അപ്പൻഡിക്സ് എടുത്ത് മാറ്റണോ? എൻ്റെ യൂട്രസ് ഡോക്ടർക്ക് വേണോ? ഞാനൊരു 1.5 ലക്ഷം കൂടി തന്നേക്കാം എടുത്തോ. ഡോക്ടർക്ക് എൻ്റെ തൈറോയിഡ് എടുത്ത് മാറ്റണോ? കഴുത്ത് കണ്ടിച്ച് എടുത്തോളൂ. എന്നെ ഒന്ന് സുഖപ്പെടുത്തി തന്നാൽ മതി. ഈ അവയവങ്ങൾ ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവനും ഉള്ളത്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള അവയവങ്ങളെ മുഴുവനും എടുത്ത് പുറത്തേക്ക് ഡോക്ടർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല അല്ലേ? ഹൃദയം, കരൾ, കുടൽ, ആമാശയം, വൃക്ക ഇതെല്ലാം എടുത്ത് മാറ്റി ഡോക്ടർ നമ്മളെ സുഖപ്പെടുത്തി ഇങ്ങോട്ട് തന്നാൽ പിന്നെ ജീവിതം എന്തൊരു രസകരമാണ്. ഇതാണ് പലരുടെയും ചിന്ത. എല്ലാം കൂടി എടുക്കാൻ ചിന്തിക്കുകയായിരിക്കും ചിലർ. പക്ഷേ 8 അവയവങ്ങൾ വരെ എടുത്ത് മാറ്റിയ ചിലരെൻ്റെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് 8. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ തൈറോയിഡിന് സുഖമില്ല, തൈറോയിഡ് ശരിയല്ല എന്ന് പറഞ്ഞല്ലേ? തൈറോയിഡിന് രോഗമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ യൂട്രസിന് രോഗമുണ്ടെന്ന് പറഞ്ഞു, അതെടുത്ത് കളഞ്ഞു. ഇങ്ങനെ. അപ്പോൾ എനിക്ക് രോഗമുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെയും കൂടി ഓപ്പറേറ്റ് ചെയ്തെടുത്ത് കളയുമായിരുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ BP കൂടുന്നത്? രക്തത്തിൻ്റെ കുറ്റം കൊണ്ടാണോ? രക്തം ഒരു പാപവും ചെയ്തിട്ടില്ല. ഹൃദയം കൂടുതൽ ശക്തിയിൽ തള്ളാൻ തുടങ്ങി. അപ്പോൾ ഹൃദയത്തിൻ്റെ കുറ്റം കൊണ്ടാണോ ഹൃദയം കൂടുതൽ തള്ളണത്? ഹൃദയത്തെയും രക്തത്തെയും ഒക്കെ ശിക്ഷിക്കാൻ, ധമനികളെ ശിക്ഷിക്കാൻ അവർ മനസ്സും വായും അറിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട്, എന്ത് കാര്യത്തിനാണ് ഹൃദയം കൂടുതൽ ശക്തിയിൽ ഇടിച്ച് പമ്പ് ചെയ്യുന്നത്? നിങ്ങളുടെ പാലക്കാട്ടെ മലകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളുണ്ട്. ആ അരുവിയിലെ വെള്ളം പമ്പ് ചെയ്യാനിരിക്കുന്ന ഒരു പമ്പെടുത്ത് ഞങ്ങളുടെ എറണാകുളത്തെ ചന്തത്തോടുണ്ട്. ആ ചന്തത്തോട്ടിലെ വെള്ളം പമ്പ് ചെയ്യാനിരിച്ചാൽ എങ്ങനെ ഇരിക്കും? കുറച്ചുകൂടെ നീങ്ങി സാക്ഷാൽ അറബിക്കടലുണ്ട്. ആ അറബിക്കടലിലെ വെള്ളം പമ്പ് ചെയ്യാൻ നിങ്ങളുടെ പമ്പ് കൊണ്ട് വെച്ചാൽ എങ്ങനെയുണ്ട്? എറണാകുളം ചന്തത്തോട്ടിലെ വെള്ളം കയറി അത് ബ്ലോക്കാകും. നിറച്ച് മാലിന്യങ്ങളാണ്, കൊഴുപ്പ് പോലെ ഇരിക്കുകയാണ്. തള്ളാൻ കൂടുതൽ ശക്തി എടുത്ത് തള്ളണം. 1/2 HP പമ്പൊന്നും വെച്ചിട്ട് കാര്യമില്ല. കായലിലെ വെള്ളം, കടലിലെ വെള്ളമാണെങ്കിൽ വലിയ താമസമില്ലാതെ പമ്പ് ദ്രവിച്ച് തീരും. ഉപ്പുവെള്ളം. അപ്പം നിങ്ങളുടെ രക്തം അറബിക്കടലിലെ വെള്ളം പോലെ അച്ചാറും പപ്പടവും വറുത്തതും മുരിച്ചതൊക്കെ തിന്ന് ഉപ്പ് നിറഞ്ഞ രക്തമാണോ? 4-5 ദിവസം പഴക്കമുള്ളത് ഹോം മോർച്ചറിയിൽ നിന്ന് നിങ്ങളുടെ ഇറക്കി വീണ്ടും ചൂടാക്കി തിന്ന് ബാക്കിയുള്ള ആഹാരശവം വീണ്ടും ഹോം മോർച്ചറിക്കകത്ത് കയറ്റി വെച്ച് 1-ാം വാരം 2-ാം വാരം 3-ാം വാരം ആഘോഷിക്കുന്ന ചീഞ്ഞളിഞ്ഞ ഭക്ഷണം കഴിക്കുന്നവരുടെ ആ ഭക്ഷണം ദഹിച്ച തരത്തിലുള്ള രക്തമാണോ? അതോ പാലക്കാടൻ മലനിരകളിൽ നിന്നൊഴുകുന്ന തെളിനീര് പോലുള്ള, കണ്ണീര് പോലുള്ള, ആ ശുദ്ധജലം ഒഴുകുന്നത് പോലുള്ള രക്തമാണോ? ഏത് തരത്തിലുള്ള രക്തമാണ് നിങ്ങളിലുള്ളത്? അപ്പോൾ നിങ്ങളുടെ BP, പ്രഷർ കൂടിയത് നിങ്ങളുടെ രക്തത്തിൻ്റെ ക്വാളിറ്റി മോശമായപ്പോഴാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം മനുഷ്യർക്കില്ലെങ്കിൽ മരുന്ന് പോയി കഴിച്ച് നശിക്കും. BP-യുടെ മരുന്ന് ധമനികളെ വികസിപ്പിച്ച് ഒന്ന് വലുതാക്കി തരും. അല്ല, ചില മരുന്നുകൾ ഹൃദയത്തിൻ്റെ ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ഡ്രഗ് തരും. അപ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പൊന്ന് കുറച്ച് വെക്കും. അലോപ്പതിക്കാരൻ ശാസ്ത്രീയമായിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. കാഞ്ഞ ബുദ്ധിയാണ്. BP കൂടിയ എന്തുകൊണ്ടാണ്? ഹൃദയം കൂടുതൽ പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ പമ്പിങ് ഉറപ്പിച്ചാൽ BP കുറയും. BP ശരീരം കൂട്ടിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ വൃക്കകളുടെ സൂക്ഷ്മമായ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രം കാണുന്ന ദ്വാരങ്ങളുണ്ട്, അരിപ്പകളുണ്ട്. ആ അരിപ്പകളിലേക്ക് ചെന്ന് അരിച്ച് രക്തം ശുദ്ധീകരിക്കണമെങ്കിൽ ന്യായമായ ഒരു BP-യിൽ പമ്പ് ചെയ്യണം.
പക്ഷേ രക്തത്തിൻ്റെ ക്വാളിറ്റി മോശമാകുമ്പോൾ ബി പി കൂട്ടി പമ്പ് ചെയ്യണം, പ്രഷർ കൂട്ടി പമ്പ് ചെയ്യണം. കാലിൻ്റെ അറ്റത്തേക്ക് എത്തണം. കാലിൻ്റെ പെരുവിരലിൽ നിന്ന് ചെറുവിരലിൽ നിന്ന് തുടങ്ങി രക്തം മുകളിലേക്ക് കൊണ്ടുവരണം, പമ്പ് ചെയ്തെത്തിക്കണം, തലയിലേക്ക് എത്തിക്കണം. അപ്പം രക്തത്തിൻ്റെ ഘടന മോശമാകുന്നതനുസരിച്ച്, സ്വഭാവം മോശമാകുന്നതനുസരിച്ച് ഹൃദയത്തിന് കൂടുതൽ ലോഡ് വരും, കൂടുതൽ പമ്പ് ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് എന്ത് കാരണം കൊണ്ടാണ് ഈ ബി പി കൂടിയതെന്നൊന്നും ആലോചിക്കാതെ ആന മണ്ടത്തരം അലോപ്പതിക്കാരൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ബി പി കുറക്കാനുള്ള, ഹൃദയത്തിൻ്റെ പമ്പിങ് കുറക്കാനുള്ള മരുന്നുകളൊന്നും. ബി പി കുറഞ്ഞു, പക്ഷേ കിഡ്നി തകരാറ് തുടങ്ങും. ബി പി കുറഞ്ഞപ്പോൾ രക്തം അങ്ങോട്ട് അരിപ്പകളിലേക്ക് വേണ്ടത്ര ചെല്ലാതെയായി, കാലിനറ്റത്തേക്ക് ചെല്ലാണ്ടായി, തലയിലേക്ക് ചെല്ലാതെയായി, മറവി രോഗം തുടങ്ങി, സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ തുടങ്ങി. കാലിൽ വെരിക്കോസ് വെയിൻ, ഹൃദയത്തിന് വലിച്ചെടുത്ത് പമ്പ് ചെയ്തെത്തിക്കാൻ പറ്റണില്ല. കൈകാല് മരവിപ്പ്, പഴുപ്പ്, ഗാംഗ്രീൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിത്തറ നിങ്ങൾ ഇടുകയാണ്.